നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ ആടിയുലഞ്ഞു മലയാള സിനിമ. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി രഞ്ജിത്ത് രാജിവെച്ചു. നടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു. സർക്കാർ രാജി ആവശ്യപ്പെട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തീരുമാനമെന്നാണ് സിദ്ദിഖിന്റെ വിശദീകരണം. മലയാള സിനിമയെ പിടിച്ചുലക്കിയ പ്രതികരണങ്ങൾ 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. മലയാള സിനിമയിലെ 2 വൻമരങ്ങളാണ് ലൈംഗികാരോപണങ്ങളിൽ തട്ടി നിലംപതിച്ചത്. മന്ത്രി സജി ചെറിയാന്റെ രക്ഷാകവചം രഞ്ജിത്തിനെ തുണച്ചില്ല. 2 ദിവസത്തെ നാടകീയതക്കൊടുവിൽ രഞ്ജിത്ത് രാജിക്കത്ത് കൈമാറി. പിന്നാലെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വിശദീകരണവും. എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പം മാറുന്നതല്ല, എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. പതിവ് പോലെ രഞ്ജിത്തിനെ പൂർണ്ണമായും തള്ളാതെ സജി ചെറിയാന്റെ പ്രതികരണം. അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല, രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, ഇപ്പം തന്നെ രാജിക്കത്ത് അയക്കുമെന്ന് പറഞ്ഞു. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24 ഉന്നയിച്ച ലൈംഗികാരോപണമാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിനെ തെറിപ്പിച്ചത്. ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്ന് സിദ്ദിഖിന്റെ മറുപടി. ഞാൻ ഔദ്യോഗികമായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. പരാതികളില്ലെന്ന് അതിജീവിതർ വ്യക്തമാക്കിയെങ്കിലും പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ സ്വമേധയാ കേസെടുക്കാനാകുമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമം നടത്തിയ ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചൊഴിഞ്ഞത്. 2 ദിവസം സർക്കാരിന്റെ സംരക്ഷണത്തിൽ പരമാവധി ന്യായീകരണങ്ങൾ നടത്തിയ ശേഷമാണ് നിരുപാധിക കീഴടങ്ങൽ. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാർ പരിഗണിച്ചിട്ടുമില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത് 2 ദിവസം മുൻപ്. സംവിധായകനായ രഞ്ജിത്ത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്ന ആരോപണം ആദ്യം പരിഹാസത്തോടെ തള്ളുകയായിരുന്നു ചെയർമാൻ ചെയ്തത്. ന്യായീകരണത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിവാദം ആളിപ്പടർന്നു. അതിനിടയിൽ രഞ്ജിത്ത് മഹാപ്രതിഭ എന്ന തിലകം ചാർത്തി നൽകി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പരാമർശം വിവാദമായതോടെ ആരോപണം തെളിഞ്ഞാൽ സംരക്ഷിക്കില്ലെന്ന പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് CPI സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി. CPIM-ലെയും ചില നേതാക്കൾ രാജിയില്ലാതെ വഴിയില്ലെന്ന നിലപാടെടുത്തു. ഇന്നലെ തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടെങ്കിലും മറ്റു പല ചർച്ചകളും രാജി വൈകിപ്പിച്ചു. വെറുമൊരു ആരോപണത്തിന്റെ പേരിൽ രഞ്ജിത്ത് രാജിവെച്ചാൽ പിന്നീട് അതൊരു കീഴ്വഴക്കമാകുമോ എന്ന ആശങ്കയുണ്ടായി. ഒടുവിൽ രാജി വേണമെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ആരോപണങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞു. സർക്കാരിന്റെ സമ്മർദ്ദമല്ല, സ്വമേധയാണ് തീരുമാനമെന്ന് ന്യായീകരണം നിരത്തി. രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമില്ലെന്ന് ആരോപണമുന്നയിച്ച നടി ശ്രീലേഖ മിത്ര 24-നോട് പറഞ്ഞു. I am not happy. I am a good soul at the end of the day. I don't want somebody to suffer. But yes, people should come to know. And this practice had been going on since the beginning of the patriarchal society, the advent of the patriarchal society. അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചതാണ് പ്രശ്നമായതെന്ന് സംവിധായകൻ ജോഷി ജോസഫ്. സത്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ഒന്നേ ഉള്ളെങ്കിലും നമ്മളുണ്ടാക്കുന്ന ഉഡായ്പകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ കുറേ സത്യങ്ങൾ പുറത്തു വരും. സിനിമയ്ക്ക് നമ്മൾ ഡയലോഗ് എഴുതുന്ന മാതിരിയല്ലല്ലോ. ജീവിതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ബലം പിടിക്കാതെ നേരെ നമുക്കെല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ. ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്നലെ പോലും
വളരെ ഹൃദയവിശാലതയോടെ ശ്രീലേഖ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടത്. ഇനി രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിലും സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. 24 തിരുവനന്തപുരം. 24 എൻകൗണ്ടർ പ്രൈമിൽ യുവനടി രേവതി സമ്പത്ത് നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചത്. സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട് നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പ് ആരൊക്കെയെന്ന് അന്വേഷിക്കണം എന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടു. നടൻ സിദ്ദിഖ് ഹീനമായി പീഡിപ്പിച്ചെന്ന രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ അമ്മയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ സജീവ ചർച്ചയായി. സിദ്ദിഖിന്റെ മറുപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി. സിദ്ദിഖ് മിണ്ടിയില്ല. രാത്രി വൈകി പ്രസിഡന്റ് മോഹൻലാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രാജി തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് സൂചന. പുലർച്ചെ തന്നെ ഔദ്യോഗിക രാജിക്കത്ത് പ്രസിഡന്റിന് ഇമെയിലായി നൽകി. രാജിവെക്കുകയല്ല, ഇറക്കിവിടുകയാണ് വേണ്ടിയിരുന്നതെന്ന രേവതി സമ്പത്തിന്റെ പ്രതികരണം. ഇത് അയാൾ കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അയാളെന്നല്ല, അയാളെ പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. സ്ട്രിക്ട്ലി അയാളെ ഫിലിമിൽ നിന്നും ബാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. നോബഡി വിൽ ഡു ദാറ്റ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. രാത്രി തന്നെ സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട് നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അത്രയും കുറ്റാരോപിതനായ ഒരു മനുഷ്യൻ അമ്മ പോലത്തെ ഒരു മഹത്തായ സംഘടന തലപ്പത്തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്മശ്രീ മോഹൻലാൽ അവർക്ക് അമ്മയുടെ പ്രസിഡന്റിന് ഞാൻ മെയിൽ അയച്ചിരുന്നു. അതിന്റെ തൊട്ടുപുറകെ രാജി വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. തുടർ നീക്കങ്ങൾ ആലോചിക്കാനും പ്രതിസന്ധി ചർച്ച ചെയ്യാനും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരും. സിദ്ദിഖ് ഒഴിഞ്ഞ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവശ്യപ്പെട്ടു. തുറന്നു പറച്ചിലുകൾ ഞെട്ടിക്കുന്നതെന്നും സിനിമയിലെ 21 യൂണിയനുകൾക്ക് ഫെഫ്ക അയച്ച കത്തിൽ പറയുന്നു. 24 കൊച്ചി. നടി രേവതി സമ്പത്തിന്റെ പുതിയ ഒരു ആരോപണം കൂടി. നടൻ റിയാസ് ഖാനെതിരെയാണ് ആരോപണം. സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്താണ് റിയാസ് ഖാനെതിരെയും ആരോപണം ഉന്നയിച്ച് തന്നോട് ഫോണിലൂടെ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നാണ് ആരോപണം. സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെന്നും നടി വെളിപ്പെടുത്തി. അന്ന് ആ സംഭവം തനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയെന്നും എന്ത് ചെയ്യണമെന്ന് അറിയുക പോലുമില്ലായിരുന്നുവെന്നും രേവതി സമ്പത്ത് പറഞ്ഞു. ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ഒരു ആക്ടറുണ്ട്. ആ ആക്ടർ ഇതുപോലെ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ റിയാസ് ഖാൻ. അപ്പോൾ അയാൾ ഇതുപോലെ അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൺസെന്റ് ഇല്ലാതെ ശിവ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് പിന്നെ ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നത്. അതിനുശേഷം അയാൾ എന്നെ വിളിച്ച് വളരെ മോശപ്പെട്ട് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ അന്നും ഞാൻ ഷോക്ക്ഡാണ്. എനിക്ക് ഈ ഫോണ് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാര്യം എന്താ പറയുക എന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് ഈസി ടു സേ ദാറ്റ് കട്ട് ചെയ്തിട്ട് പോയാൽ പോരെ എന്നിപ്പം നമുക്ക് പറയാം. പക്ഷെ അന്ന് ഞാൻ സ്റ്റക്ഡാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ, നിങ്ങളെ സെക്സ് ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പൊസിഷനാണ് ഇഷ്ടം, ഇത്രയും മലച്ചമായിട്ടാണ് അയാൾ ഹോപ്പ് അയാൾക്കും എന്റെ പ്രായത്തിലുള്ളൊരു കുട്ടി അന്നുണ്ട് ഒബ്വിയസ്ലി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലുകളിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ. എല്ലാത്തിന്റെയും തുടക്കം ഒരു സ്ത്രീയുടെ പോരാട്ടമാണ്, അത് നമ്മൾ മറക്കരുത് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മഞ്ജു വാര്യർ കുറിച്ചു. അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് മഞ്ജു വാര്യരുടെ പ്രതികരണം? ഉന്മേഷ്, സുപ്രധാനമായ 2 രാജികൾക്ക് പിന്നാലെയാണ് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് 2 വരിയിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. എല്ലാത്തിന്റെയും തുടക്കം ഒരു സ്ത്രീയുടെ പോരാടാനുള്ള ധൈര്യത്തിൽ നിന്നാണ്, അത് നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് മഞ്ജു വാര്യർ ഓർമ്മിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നടി നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ ഈ 2 വരി പോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒപ്പം അതിന് ശേഷമുണ്ടായ ആരോപണങ്ങൾ, അതിൽ ഉണ്ടായ വിവാദങ്ങൾ, അതെല്ലാം കഴിഞ്ഞ് ആദ്യമായാണ് മഞ്ജു വാര്യർ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെന്തായാലും ആക്രമിക്കപ്പെട്ട നടിക്കുള്ള പിന്തുണ കൂടിയാണ്. ഒപ്പം ഇതുവരെ ഉണ്ടായ രാജി വരെ എല്ലാത്തിലേക്കും എത്തിയത് ആ നടിയുടെ പോരാട്ടത്തിന്റെ കരുത്തുകൊണ്ടാണ് എന്നുകൂടി മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഉന്മേഷ്, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സുപ്രധാന സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ. രഞ്ജിത്തിന്റെയും സിദ്ദിഖിനെതിരെയും പോലീസിൽ പരാതി. വൈറ്റ്ല സ്വദേശി TP അജുകുമാറാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ചാനലിൽ നമ്മുടെ യുവനടി രേവതിയുടെ തുറന്നു പറച്ചിലിൽ അത് മുഴുവനായി പറയുവാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല. മുറിഞ്ഞു പോവുകയായിരുന്നു. ആ കുട്ടിയുടെ സങ്കടം വളരെ വലുതായിരുന്നു. ആ കുട്ടി ഒരുപക്ഷെ
അതിന് എന്താണ് അതിൻ്റെ ആ പ്രായത്തിൽ അതിന് വന്നിട്ടുള്ള മനസ്സിൽ കിട്ടിയ ആ മുറിവ് വളരെ വലുതാണ് എന്നെനിക്ക് തോന്നുകയും അതനുസരിച്ചാണ് ഞാനത് ആ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടുവാൻ ഇന്ന് കാലത്ത് തീരുമാനിക്കുകയും എന്ന് ഞാൻ പോലീസ് കമ്മീഷണർക്ക്, കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും ആ പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട ഒരു സീനിയർ അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിക്കുകയും നാളെ ഹൈക്കോടതിയിൽ ഒരു OP ഫയൽ ചെയ്യാൻ അദ്ദേഹം പറയുകയും ചെയ്തു. അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. എസ് ശ്യാംകുമാറുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്? ശ്യാംകുമാർ. ഉന്മേഷ, ഇത് 2 പരാതികളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് രഞ്ജിത്തിനെതിരായ പരാതിയാണ്. ആ പരാതിയിൽ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തത് സിദ്ദിഖിനെതിരായ പരാതിയാണ്. സിദ്ദിഖിനെതിരായ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പീഡനം നടക്കുന്ന സമയത്ത് പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു, അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ ആരോപണങ്ങൾ മാത്രമാണ് വന്നതെങ്കിൽ പോലീസിന് മുന്നിലേക്ക് ആദ്യമായി ഈ സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരാതി, 2 പരാതികൾ ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും 2 പരാതികളും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സ്വീകരിക്കുകയും പരാതി കിട്ടിയതിൻ്റെ രസീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലേക്ക് പരാതി FIR രജിസ്റ്റർ ചെയ്ത ശേഷം അയച്ചു കൊടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ ഉപദേശവും തേടിയിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് പരാതിയുടെ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. പരാതിക്കാരൻ വൈറ്റില സ്വദേശിയാണ്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായാൽ സ്വാഭാവികമായും ഭാരതീയ ന്യായ സംഹിത പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന കുറ്റങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഉന്മേഷ്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടനും MLA-യുമായ മുകേഷിനെതിരെ 2018 ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയാകുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു എന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിന്റെ ആരോപണം. പരിപാടിയുടെ അന്നത്തെ ചുമതലക്കാരൻ ഡെറിക് ഉബ്രിയാനാണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്നും ടെസ് ജോസഫ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു ആരോപണം കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. നേരത്തെ ഉണ്ടായ ആരോപണങ്ങളിൽ 2 പ്രധാനപ്പെട്ട സംഭവവികാസം ഉണ്ടായിരിക്കുന്നു. ഒന്ന്, നടൻ സിദ്ദിഖിന്റെ രാജിയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന്. മറ്റൊന്ന്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള CPIM-ന്റെ MLA ആയ കൊല്ലം MLA ആയ മുകേഷിനെതിരെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. 2018 ഉയർന്ന ആരോപണമാണ് ഇത്. അതാണിപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു എന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫിന്റെ ആരോപണം. പരിപാടിയുടെ അന്നത്തെ ചുമതലക്കാരൻ ഡെറിക് ഒബ്രിയാൻ തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുകൂടിയും ടെസ് ജോസഫിന്റെ ട്വീറ്റിൽ പറയുന്നുണ്ട്. ഇത് 2018 പുറത്തു വന്ന ആരോപണമാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ട്വീറ്റ് വീണ്ടും ചർച്ചയാകുന്നത്. മുകേഷ് തൻ്റെ റൂമിനടുത്തേക്ക് തൻ്റെ താമസ ഇടം അത് മാറ്റുകയുണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികരണം കൂടി ഉയരുന്നത്. ദുരുദ്ദേശത്തോടെ ആയിരുന്നു മുകേഷിൻ്റെ ഈ പ്രവൃത്തി എന്നുള്ള തരത്തിലാണ് ടെസ് ജോസഫിൻ്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉയരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 സംഭവവികാസം അത് വീണ്ടും ചർച്ചയാകുന്നു. ടെസ് ജോസഫിൻ്റെ പുതിയ പ്രതികരണം കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സജീവമായ ഒരു ആരോപണം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ദുരുദ്ദേശത്തോടെ മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോപണം. അത് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫിൻ്റെ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. കോടീശ്വരൻ്റെ ഷൂട്ടിങ്ങിനിടെ ഈ സംഭവവികാസം ഉണ്ടായി എന്നുള്ളതാണ് ടെസ് ജോസഫ് അന്ന് മുന്നോട്ട് വെച്ച ആരോപണം. ഡെറിക് ഉബ്രിയാൻ, അദ്ദേഹം ആ ഷോയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹം ഇടപെട്ട് തന്നെ രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് പറയുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണുവും 2018 ഉയർന്നിരുന്നൊരു ആരോപണമാണ്. അത് വീണ്ടും ചർച്ചയാകുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ടെസ് ജോസഫിൻ്റെ പുതിയ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ വിഷ്ണു?
ഉന്മേഷ്, ഒരു TV ചാനലിലെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു ടെസ് ജോസഫ്, അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ടെസ് ജോസഫ്. ആ പരിപാടിയുടെ അവതാരകനായിരുന്നു മുകേഷ്. അതിനിടയിൽ ഹോട്ടൽ റൂമിൽ വെച്ച് മുകേഷ് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഈ 2018 ഇവർ ട്വീറ്റ് ചെയ്തത്. അന്ന് ഇത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ഉണ്ടായില്ല. മുകേഷ് അടക്കം അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ വീണ്ടും ഇപ്പോൾ സിദ്ദിഖിനെതിരെ 2021 രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദമാവുകയും വലിയ ആരോപണ ചർച്ചയാവുകയും സിദ്ദിഖ് രാജിവെക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ 2018 ടെസ് ജോസഫിന്റെ ഈ ട്വീറ്റും വീണ്ടും ചർച്ചയാവുകയാണ്. അവരിതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ തന്നെ അക്കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് ഈ വാർത്ത മുകേഷ് അടക്കം നിരസിക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്നത് തന്റെ റൂമിനോടടുത്ത് താൻ ഇയാളുടെ ക്ഷണം നിഷേധിച്ച ഘട്ടത്തിൽ തന്റെ റൂം ഈ മുകേഷിന്റെ റൂമിനോട് അടുത്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ട്വീറ്റിൽ പറയുന്നത്. അതിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ 40 വർഷം മുൻപുള്ള മീറ്റു ആരോപണങ്ങൾ പോലും ലോക ശ്രദ്ധയാകർഷിക്കുകയോ അതിന്മേൽ നടപടികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ടെസ് ജോസഫിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ സംഘടനകൾ അടക്കം മുകേഷിനെതിരെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ശരി, ഒരു നിമിഷം. ഇപ്പോൾ രൺജി പണിക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട്, ലിംഗപരമായ വിവേചനങ്ങളുണ്ട്. അതൊക്കെ എല്ലാ മേഖലകളിലുമുണ്ട്. അത് സിനിമയിലെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു. അത് തീർച്ചയായിട്ടും അനഭിലഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. അതിലെ യാഥാർത്ഥ്യം എന്താണ്, ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ? നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അത് അതിൻ്റേതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്തിൻ്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചത്. ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. സംശയമല്ലുണ്ടോ? ഏത് മേഖലയിൽ എന്തെങ്കിലും മാറണം. സിനിമാ മേഖലയിൽ മാത്രമല്ല, മാധ്യമരംഗത്തടക്കം മറ്റു മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ച് ഉറപ്പിക്കാവുന്നതല്ല, അത് മാറണം. റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികൾ ഉണ്ടാവണം. അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ്. സർക്കാർ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും. എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത്. സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ, സർക്കാർ, നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലേക്ക് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും ഇത്തരം വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും സിനിമ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപക്ഷെ മറ്റ് പലതിനെയും അപേക്ഷിച്ച് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, സിനിമയിലെ താരങ്ങൾ അല്ലെങ്കിൽ താരപരിവേഷമുള്ള ആളുകൾ, സിനിമാ സംഘടനകളൊക്കെ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആരോപണങ്ങൾ വലിയ അഭിമാനക്ഷതമുണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പോകുന്നത്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്കല്ലേ അന്വേഷണ സംവിധാനങ്ങളുള്ളത്? ഉണ്ടോ? പറയൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ. അല്ല, ഞാൻ ആരെയും സംശയിക്കുന്നില്ല. ഇതൊരു
ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നൊരു കാര്യമല്ലല്ലോ. ഇതിപ്പോൾ അത്തരം ഗൂഢാലോചനകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീടുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകുന്നത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. എത്ര ചോദ്യമായി ചോദിക്കുന്നത്? വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? 5 ചോദ്യമായി. രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതിയിൽ തന്നെ ഇനി തുടർന്ന് പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകുകയാണെങ്കിൽ മാത്രം തുടർ നടപടി എന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ ഈ നടിമാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യം പലർക്കും ഇത് പുറത്ത് പറയാൻ സ്വാഭാവികമാണ്. നഷ്ടപ്പെടുന്നുണ്ട്, സ്വകാര്യത നഷ്ടമാകുന്നുണ്ട്, നീതി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ് അവര് പുറത്തേക്ക് ഇത് പറയാൻ മടിക്കുന്നത്. അപ്പോൾ നീതി ഉറപ്പാക്കണ്ടേ? ഇത് പരാതി മുന്നോട്ട് നീതി ഉറപ്പാക്കണ്ട എന്നൊരു നിലപാട് ആർക്കെങ്കിലും ഉണ്ടോ? നീതി ഉറപ്പാക്കണ്ട എന്ന് ഏതെങ്കിലും സർക്കാരിനൊരു നിലപാടുണ്ടോ? ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുണ്ടോ? മാധ്യമങ്ങൾക്കുണ്ടോ? സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കാണ് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും പറ്റുക? അങ്ങനെ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് സമൂഹം കാണുക. ആ സമൂഹം കാണുന്ന നിലയ്ക്ക് അതിനെ പരിശോധിക്കാനും നടപടികൾ കൈക്കൊള്ളാനും മറ്റു സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടാവും. ഈ തുറന്നു പറയുന്ന ആളുകൾക്ക് പിന്തുണ കുറയുന്നുണ്ടോ? പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും അത് അവർ വേണം പറയാൻ. അവർ പിന്തുണ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ പരാതികളും അതിൻ്റെ യുക്തമായ രീതിയിൽ പരിഗണിക്കാറും പരിഹരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇതെൻ്റെ അഭിപ്രായമാണോ അതിൻ്റെ അകത്ത് വാലിഡ്? ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല. നിയമ നടപടികൾ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സാധുത പരിശോധിച്ച് അത്തരം പരാതികളുടെ അടിസ്ഥാനം പ്രമാണിച്ച് അത് പരിഗണിച്ച് സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ് അത് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം അതിൻ്റെ അകത്തില്ല. ഇത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിയമ നടപടികളെ അത് ക്ഷണിച്ചു വരുത്തും. അതാർക്കും തടയാൻ കഴിയില്ല. അതിന് പ്രതിരോധമൊന്നുമില്ല. അതെന്ത് മര്യാദ? അത് കുറ്റക്കാർക്ക് അതിൻ്റേതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത്. അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം സിനിമയിൽ ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അയാളൊരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം, നിരോധിക്കാൻ പറ്റില്ല. പറ്റുമോ? കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ്. കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു സമീപനം വേണ്ടത്? എങ്ങോട്ട് മാറി നിൽക്കാൻ? രാജ്യം വിടണോ? അങ്ങനെയല്ല. അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും. അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. അത് മുന്നോട്ട് പോകും. ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അവിടെ പോയിട്ട് കേട്ട് നോക്കൂ. മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്? മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകളെല്ലാവരും അതേ മാധ്യമം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ മാറ്റി നിർത്തൽ എങ്ങനെയാണ്? ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അവർ തിരിച്ചു വന്നാൽ അവരെ നാട് കടത്തുമോ? അങ്ങനെയല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ അംഗീകരിക്കണോ? വേറെ ആളെ നോക്കണം? കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടോ? ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങൾ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക? നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നോ അതിൻ്റെ ധാർമ്മികത. അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഒരാൾക്കുമില്ല, ആർക്കും അവകാശപ്പെടാനുമില്ല. ഉണ്ടോ? ഞാൻ 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മിണ്ടിപ്പോയി നിർത്തി. അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ. ഞാൻ ബന്ധപ്പെട്ട എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണോ? ഞാൻ വർത്തമാനം പറയുന്നതുകൊണ്ട് എന്നോട് എന്തും ചോദിക്കാമെന്നാണോ? പള്ളിയിൽ പറഞ്ഞാൽ മതി.
രഞ്ജി പണിക്കർ സംസാരിക്കുകയായിരുന്നു. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സർക്കാർ കൈവിട്ടത് സമ്മർദ്ദം താങ്ങാനാവാതെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ശക്തമായതോടെ സർക്കാർ രാജി ആവശ്യം സജീവമാക്കി. അതിനിടെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനം ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. രഞ്ജിത്തിനെ പുകഴ്ത്തിയ സജി ചെറിയാന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ശ്രീലേഖ മിത്ര പരാതിയുമായി എത്തിയാൽ രാജി ആവശ്യപ്പെടാമെന്നായിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാർ മാറി ചിന്തിച്ചു. സമ്മർദ്ദമേറിയപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരുന്നത് അനുചിതമെന്ന് മുന്നണിക്കുള്ളിൽ ശക്തമായ അഭിപ്രായമുയർന്നതോടെ രാജിയിലേക്ക് നീങ്ങുകയായിരുന്നു. സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പി രാജീവ്. ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ. അമ്മ സംഘടന അല്ലെങ്കിൽ AMMA അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയിലാണ് ചേർന്നേക്കണേ? ഞങ്ങൾക്ക് എന്തിനാ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ആവശ്യം? ആരോപണത്തിന് പിന്നാലെ രഞ്ജിത്തിനെ അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ച സജി ചെറിയാന്റെ സമീപനത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് CPIയും രംഗത്തെത്തി. അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ട് വർഷങ്ങളായി. ആ കിട്ടിയ റിപ്പോർട്ട് യഥാസമയം പുറത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു സംശയം ജനങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. രഞ്ജിത്തിന്റെയും സിദ്ദീഖിന്റെയും രാജിയിൽ എല്ലാം അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രധാനപ്പെട്ട രാജികൾ സർക്കാരിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിയമ നടപടികളിലെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ രംഗത്ത് കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനോടകം 2 പ്രമുഖർക്ക് അവരുടെ പദവി ഒഴിയേണ്ടി വന്നു. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളിലേക്ക്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. പിന്നീട് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ശ്രമഫലമായി ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 14 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചു. 2019 ഡിസംബർ 31 കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തോളം പെട്ടിയിലിരുന്നു. 2024 ഓഗസ്റ്റ് 19 ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിൽ ഏറെയും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ലൈംഗികാരോപണങ്ങളിൽ കേസെടുക്കാൻ നേരിട്ട് പരാതി ലഭിക്കണമെന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലെത്തിയപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നടി ശ്രീലേഖ മിത്ര 24-ലൂടെ തുറന്നു പറഞ്ഞത്. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. ഇതിനിടെയാണ് 5 ദിവസത്തെ മൗനം വെടിഞ്ഞ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ളതെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ തൊട്ടടുത്ത ദിവസം കേട്ടത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണം. നടൻ ഹീനമായി പീഡിപ്പിച്ചെന്ന് യുവനടിയുടെ വെളിപ്പെടുത്തൽ 24-ലൂടെ. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാവിലെ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു. നടൻ റിയാസ് ഖാൻ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ടെന്നും യുവനടിക്ക് ആരോപണമുണ്ട്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ പറഞ്ഞു. സംവിധായകന്റെ മോശം പെരുമാറ്റം കാരണം ചെരുപ്പൂരി അടിക്കാൻ പോയിട്ടുണ്ടെന്ന് നടി ഉഷ ഹസീന വെളിപ്പെടുത്തി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നടി ശ്വേതാ മേനോൻ. ഇങ്ങനെ നീളുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ. ന്യൂസ് ഡെസ്ക് 24.
ഇപ്പോൾ എബിൻ ജോസ് ഒരു വാർത്ത അറിയിക്കുന്ന ഇടുക്കി മാങ്കുളം പെരുമ്പൻകുത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മാങ്കുളം കുവൈറ്റ് സിറ്റി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് എന്നുള്ള വാർത്ത എബിൻ ജോസ് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി അഭിനേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും. രാജി അനിവാര്യത എന്നായിരുന്നു ഷമ്മി തിലകന്റെ പ്രതികരണം. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന നടിയും WCC അംഗവുമായ ജോളി ചെറിയത്ത് പറഞ്ഞു. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തും രേവതി സമ്പത്തിന്റെ ലൈംഗികാരോപണത്തെ തുടർന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചത് ഒരേ ദിവസം. രാജിക്ക് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതികരണവും എത്തി. രാജി അനിവാര്യതയെന്ന നടൻ ഷമ്മി തിലകൻ. ഈ കാര്യത്തിലെങ്കിലും ധാർമ്മികത ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ അതിനകത്ത് പറയാനുള്ളൂ. സമയത്ത് പുള്ളി കൃത്യമായിട്ട് അത് ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുള്ളത്, അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. രാജി തീരുമാനം അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല സ്വാഗതം ചെയ്തു. അടിയന്തരമായിട്ട് ഞങ്ങളിപ്പം എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലാലേട്ടൻ പ്രസിഡന്റ് അദ്ദേഹം ഏതോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹം അതിനോട് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം പ്രതികരിക്കും. പുതിയ ഒരാളെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അത് അദ്ദേഹം അനൗൺസ് ചെയ്യും. മലയാള സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സംവിധായകൻ വിനയനും പ്രതികരിച്ചു. വലിയ പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരുമ്പം ഇപ്പം സിദ്ദീഖിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചത് നന്നായി പോയി. അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു. രഞ്ജിത്തിന്റെ ഒരു കാര്യത്തിലൂടെ വരുമ്പോൾ ഞാൻ പറയുന്ന രാജി അനിവാര്യതയാണെന്ന് ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന് നടിയും WCC അംഗവുമായ ജോളി ചെറിയത്ത്. നടന്നത് കുറ്റകൃത്യമാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നും ജോളി ചെറിയത്ത് 24നോട് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത വിധത്തിൽ ഡെലിഗേറ്റ്സിനെ പോലും അപമാനിക്കുന്ന കുറേ ഇൻസിഡൻസ് ഒക്കെ നേരത്തെ ഉണ്ടായി. അപ്പോൾ പോലും മന്ത്രിതലത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുന്നു. ഈ സൊസൈറ്റിയുടെ ഒരു ഇടപെടൽ ഗംഭീരമാണ് ഇക്കാര്യത്തിൽ. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോളി സർക്കാരിനെ വിമർശിച്ചു. ആരോപണം ഉയർന്നിട്ടും ഉടനടി നടപടിയെടുത്തില്ലെന്നായിരുന്നു വിമർശനം. സർക്കാരിന് കളങ്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സ്ത്രീ തുറന്നു പറഞ്ഞിട്ട് ആദ്യത്തെ നിമിഷത്തിൽ തന്നെ രാജിവെക്കണമായി. സ്വന്തം പാർട്ടിയുടെ വിഭാഗത്തിൽ തന്നെ അതിശക്തമായ രോഷം നേരിടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രാജിവെക്കുക. സിദ്ദിഖിന്റെ രാജിയിൽ പ്രതികരിക്കാനില്ലെന്ന് നടനും MLAയുമായ M മുകേഷ് പറഞ്ഞു. വിഷയത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിശദീകരണം നൽകുമെന്നും മുകേഷ്. ഒന്നും പറയാനില്ല, അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും. മറ്റന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ജഗദീഷ് തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ പറയട്ടെ. ഞാൻ വെറും ഒരു മെമ്പറാണ്, എനിക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല. സിദ്ദിഖിന്റെ രാജിയിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് ജഗദീഷും നിലപാടെടുത്തു. ചൊവ്വാഴ്ചത്തെ താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരണമുണ്ടാകും. സംഘടനയുടെ പ്രസക്തി നഷ്ടമായെന്നും അനിവാര്യമായത് സംഭവിക്കുന്നുവെന്നും സംവിധായകൻ ആഷിഖ് അബു പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഫ്ലവേഴ്സിന്റെയും 24 കണക്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം നടന്നു. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്ത് കേരള ഹോം ഡിസൈൻസ് ആണ് വീട് നിർമ്മിച്ചത്. മിമിക്രി കലാകാരന്മാരുടെ സംഘടനയുടെ ചുമതലക്കാർ സുധിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറി. ഒരു ചെറിയ വീടായിരുന്നു ഏട്ടൻ്റെ വലിയ സ്വപ്നം. അതിപ്പം ദേ പൂവണിയുന്നു. സ്വന്തമായൊരു കുഞ്ഞു വീട് സുധിയുടെ സ്വപ്നമായിരുന്നു. അകാലത്തിൽ വിട പറഞ്ഞെങ്കിലും സുധിയുടെ കുടുംബത്തിനായി ആ സ്വപ്നം നിറവേറ്റാൻ ഫ്ലവേഴ്സ് 24 കണക്റ്റും വിവിധ കൂട്ടായ്മകളും കൈകോർത്തു. 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ മാടപ്പള്ളിയിൽ സുധിലയം പൂർത്തിയായി. ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ കറണ്ട് വേണം, അതേപോലെ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോട്ടർ വേണമെന്ന്. അതൊക്കെ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തു തന്നു. പിന്നെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും, പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ, കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ എന്താ പറയുക, ഈ വീട് എന്ന സ്വപ്നം വളരെ മനോഹരമായിട്ട് പൂർത്തീകരിച്ചു. രാവിലെ 10:45 കേരള ഹോം ഡിസൈൻസ് ഭാരവാഹികളും മിമിക്രി കലാകാരന്മാരുടെ സംഘടന മായുടെ ചുമതലക്കാരായ കലാഭവൻ KS പ്രസാദ് അടക്കമുള്ളവരും ചേർന്ന് സുധിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറി.
ഫ്ലവേഴ്സ്, നമ്മുടെ 24 എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് അതുപോലെ തിരുമേനി നമുക്ക് സ്ഥലം തന്നു. അതുപോലെ നമ്മുടെ KHDC ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള KHDC നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായ ഒരു വീട്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചതാണ് പുതിയ വീട്. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിലൊന്നാണ് സുധിയുടെ വീട്. എസ് ശ്രീകാന്ത്, 24 കോട്ടയം. നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ട് വളയ്ക്കുമെന്ന് 2018 നടൻ മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമത്തിലെ പ്രതികരണം. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2018 മുകേഷിനെതിരെ ടെസ് ജോസഫ് ആരോപണം ഉന്നയിച്ചത്. തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ മോശമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ അന്ന് ട്വീറ്റിലൂടെ പങ്കുവച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഒന്നും ഉണ്ടായില്ല. മുകേഷ് അതിനെ വളരെ ലാഘവത്തോടെ തള്ളിക്കളയുകയും ചെയ്തു. ഇന്ന് പുതിയതായി പശ്ചാത്തലം, അതായത് സിദ്ദിഖിന്റെയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെയും രാജി വന്ന പശ്ചാത്തലത്തിലാണ് ടെസ് ജോസഫ് വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത്. നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ടുവളക്കും എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രതികരണം. അതായത് മുകേഷിനെ അധികാരവും നിയമവും അദ്ദേഹത്തിന്റെ ഒപ്പമാണ്, പണവും അദ്ദേഹത്തിനൊപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൊടാൻ നിയമത്തിന് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഇതിവൃത്തം. ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2018 കോടീശ്വരൻ പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് ജോസഫ്. ഇതിന്റെ അവതാരകനായിരുന്നു മുകേഷ്. ഇതിനിടയിലാണ് ഹോട്ടൽ മുറിയിലേക്ക് സമീപത്ത് വെച്ച തന്നോട് മോശമായി പെരുമാറുകയും അത് ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്തേക്ക് മാറ്റാൻ ഷോ ഡയറക്ടറോട് നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അന്നവർ പങ്കുവച്ചത്. ഇതിന്മേൽ ഒരുപക്ഷെ പ്രതിപക്ഷ പ്രതിഷേധം ഉൾപ്പെടെ സാധ്യതയുണ്ട്. മുകേഷിനെതിരെ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ മറ്റ് നിലപാടുകളൊക്കെ അഴകുഴമ്പ നിലപാട് എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ടെസ് ജോസഫിന്റെ ഈ വിഷയം ഒരുപക്ഷെ പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂൺ പൂർത്തിയാകുന്നു.